हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है। यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा। बल मैसेज चला गया जहां जा रहा था। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പരാമർശമുള്ള ഭാഗമാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ശശി തരൂരിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. കോൺഗ്രസിനെതിരായ വിമർശനം എന്ന നിലയിൽ തന്നെയാണ് ആ പ്രസംഗത്തിലുള്ളത്. പ്രശാന്ത് കൃഷ്ണ കൂടിയുണ്ട്. പ്രശാന്ത്, കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ് ഈ വേദിയിൽ. ഇപ്പോൾ ദേശീയ തലത്തിൽ അദാനിക്കെതിരെ വലിയ തോതിലുള്ള പോർമുഖം കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി തുറന്നതാണ്. വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ്. പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടും അദാനിയെ ചേർത്തുമുള്ള ആരോപണങ്ങൾ നിരന്നതാണ്. അതിനിടയിലാണ് ഗൗതം അദാനി ഉൾപ്പെടെ മേൽനോട്ടം വഹിക്കുന്ന പ്രധാനപ്പെട്ട തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി എത്തുകയും ഈ വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. രതീഷ്, കൃത്യമായ രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് ഇടയ്ക്കിടെ ഈ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതൊരു വലിയ ചടങ്ങാണ്, പലരുടെയും ഉറക്കം കെടുത്തും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമാണ്, പില്ലാറാണ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ശശി തരൂരും ഇവിടെ ഉണ്ട്. ഇതൊരു സന്ദേശമാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നമിടുന്നത്. അതായത് ശശി തരൂർ പ്രധാനമന്ത്രി ഈ അദാനി നിർമ്മിക്കുന്ന പോർട്ടാണ്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. അപ്പോൾ അതിൽ ശശി തരൂർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അദാനിയെ എപ്പോഴും വിമർശിക്കുന്നത്, രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമെല്ലാമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും തിരുവനന്തപുരം എം പിയുമായ ശശി തരൂർ ഇന്ന് അദാനിക്കൊപ്പം ഈ വേദിയിൽ ഇവിടെ പങ്കെടുക്കുമ്പോൾ ആ അർത്ഥത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി അതിനെ കാണുന്നത്. ആ രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി വിലയിരുത്തിയിട്ടുണ്ടാകാം. കാരണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അത്തരം വിഷയങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസിനകത്ത് ചില വിഷയങ്ങളിലെല്ലാം തന്നെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് ഒരു റിബൽ സ്വഭാവത്തോടെ നിൽക്കുന്ന ശശി തരൂർ ഇന്ന് ഈ അദാനി നിർമ്മിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ പോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമന്ത്രി ഈ വാക്കുകൾ ഉന്നയിക്കുന്നത് കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ള സന്ദേശമാണ്. അതായത് നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പ്രധാനികളായ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരും എല്ലാം ഇവിടെ ഉണ്ട് എന്ന മെസ്സേജ്, അത് കോൺഗ്രസ് നേതൃത്വത്തെ രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ ഉന്നമിട്ടുകൊണ്ട് കോൺഗ്രസിനെ രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ പരാമർശമുണ്ടായത്. മാത്രമല്ല, അദാനിക്കെതിരെ നിരന്തരമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ കൂടി ലക്ഷ്യമിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തമാശ രൂപേണ, പരിഹാസ രൂപേണയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പാർട്ണറാണ് അദാനി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കമ്പനിയുടെ റോൾ എത്രത്തോളം പ്രധാനമാണ് എന്നതും കേന്ദ്ര സർക്കാരിൻ്റെ നയം അക്കാര്യത്തിൽ എന്താണ് എന്നത് കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर, ये बदलता हुआ भारत है. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് ഇപ്പോൾ കേട്ടത്. നേരത്തെ സംസാരിച്ച തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ സംസ്ഥാന സർക്കാരിന്റെ പാർട്ണറാണ് അദാനി കമ്പനി എന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അക്കാര്യം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചതും. പ്രശാന്ത്, പ്രധാനമന്ത്രിയുടെ ഈ രണ്ട് പരാമർശങ്ങൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്, അവർക്ക് പലർക്കും ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഈ ചടങ്ങ്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ പാർട്ണറാണ് അദാനി എന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നതും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്.
രതീഷ്, ഈ രണ്ട് രാഷ്ട്രീയ പരാമർശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമ്പോൾ അദ്ദേഹം ഒരു പരിഹാസ സ്വരത്തിലാണ് അത് നടത്തുന്നത്. ഇത് വി എൻ വാസവൻ അദാനിയെ ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞതിനെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ അതിനെ എടുത്തു പറഞ്ഞാണ് നരേന്ദ്രമോദി ഈ ഭാഗം പറഞ്ഞത്. അതിൽ പറയുമ്പോൾ നരേന്ദ്രമോദി കൃത്യമായി ഇവിടെ വിളിച്ചു പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ മാറി അവർ സ്വകാര്യ മേഖലയെ വാരിപ്പുണരുന്നു എന്നതാണ് പ്രധാനമന്ത്രി ഇവിടെ ഈ വേദിയിൽ ഉറച്ചു വിളിച്ചു പറയുന്നത്. അതായത് വി എൻ വാസവൻ അദാനി കമ്പനിയെ പങ്കാളി എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വാക്കുകൾ എടുത്തു തന്നെ പറഞ്ഞത്. ഇത് മാറുന്ന ഇന്ത്യ എന്താണ് എന്നതിന്റെ സൂചനയായി, അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണമായാണ് വി എൻ വാസവൻ അദാനിയെ ഞങ്ങളുടെ പങ്കാളി എന്ന് പരാമർശിച്ചതിനെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന വിഷയം തന്നെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ CPM-ന്റെ സ്വകാര്യ മേഖലയോടുള്ള സമീപനം, ഒപ്പം തന്നെ ഈ അദാനി പോലുള്ള വലിയ കുത്തകകളെ ഏത് രീതിയിലാണ് സമീപിക്കുന്നത്, ഇത്തരം വിഷയങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം മാറുന്ന ഇന്ത്യ എങ്ങനെയാണ്, വികസിത ഭാരതം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി തന്നെ ഈ അദാനിയെ ഞങ്ങളുടെ പങ്കാളി എന്ന് പറഞ്ഞ വിഷയമാണ് പ്രധാനമന്ത്രി ഇന്നിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളും കൂടി പ്രധാനമന്ത്രി ഇവിടെ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഗുജറാത്തുമായി ബന്ധപ്പെട്ട കാര്യം. അത് പറഞ്ഞു വന്നാണ് പ്രധാനമന്ത്രി ഇതിലേക്ക് വന്നത്. അതായത് 30 വർഷമായി അദാനി ഗുജറാത്തിൽ പോർട്ട് നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്രയും വലിയൊരു പോർട്ട് നടത്തിയിട്ടില്ല. കേരളത്തിലെ പോർട്ട്, ഈ തുറമുഖം ഏറ്റവും അതിനുമൊക്കെ വലുതാണ്. അവിടുത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞാണ് കേരളത്തിൽ അദാനി നടത്തിയ വലിയ വികസന പ്രവർത്തനവും അല്ലെങ്കിൽ വലിയ തുറമുഖ നിർമ്മാണവും അതിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ CPM സർക്കാരിൻ്റെ മനോഭാവവും അത് മാറുന്ന ഇന്ത്യയാണ് എന്ന് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി CPM-ന്റെ ഒരു നയവ്യതിയാനം തന്നെയാണ് നിലപാടിനെ വിമർശിക്കുന്ന പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലപാട് തിരുത്തി എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. തുറമുഖ മന്ത്രി വി എൻ വാസവൻ അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞതിനെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ടാണ് ആ പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതേസമയം തന്നെ കോൺഗ്രസിനെതിരായ വിമർശനവും പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു.